നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2025 ജനുവരി മാസത്തെ വിശാഖ നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം ഒന്ന് പരിശോധിച്ചു നോക്കാം. അതുപോലെ തന്നെ ഒരു പുതിയ വർഷം തുടങ്ങുകയാണ്. അപ്പോൾ എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേരുന്നു. വിശാഖ നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം വിശാഖ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്നത് തുലാക്കൂറിലാണ്. ശേഷം 15 നാഴിക വരുന്നത് വൃശ്ചികക്കൂറിലാണ്. അപ്പോൾ തുലാക്കൂറുകാരെ സംബന്ധിച്ച് അഷ്ടമത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് ഇത്തിരി ദൈവാധീനക്കുറവുള്ള സമയമാണ്. അഷ്ടമേ ഹരിതോബാലി എന്നാണ്. അപ്പോൾ നമ്മൾ മനസ്സറിയാത്ത കാര്യത്തിൽ നമുക്ക് തടസ്സങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കാനുള്ളൊരു സാധ്യതയാണ് അഷ്ടമത്തിൽ വ്യാഴം നിൽക്കുന്നത് കൊണ്ടുള്ളത്. കർമ്മസംബന്ധമായിട്ട് വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുണ്ട്, നിപുണായോഗമുണ്ട്. അതുപോലെ 5-ാം ഭാവത്തിൽ ശുക്രനോട് ചേർന്ന് ശനി നിൽക്കുന്നു. ശനി അവിടെ സ്വക്ഷേത്ര ബലവാനാണ്. എങ്കിൽ പോലും കുറച്ച് നിരാശ പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുക, അതേപോലെ തന്നെ ശത്രുദോഷം പോലെയുള്ള കാര്യങ്ങൾ കൊണ്ട് വേണ്ടപ്പെട്ടവർ അകന്നു പോവുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് യോഗം ഉള്ളത് കൊണ്ടൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുകയും ദൈവാധീനം വർദ്ധിക്കുന്നതിനായി വിഷ്ണു ക്ഷേത്ര യഥാശക്തി വഴിപാട് ചെയ്ത് നന്നായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അനാവശ്യമായിട്ടുള്ള ചിലവ് വർദ്ധിക്കാൻ സാധ്യതയുള്ളത് കാരണം കൊണ്ട് ചിലവ് നിയന്ത്രിക്കാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കണം. അലസത, നിരാശ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അക്കാര്യത്തിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് നീങ്ങുക തന്നെ വേണം. വിശാഖ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴികയിൽ ജനിച്ചവരെ സംബന്ധിച്ച് 7-ൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് ഈ മാസത്തിൽ ഏറ്റവും നല്ല അനുകൂലമായ ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും. കുടുംബ സംബന്ധമായിട്ടുള്ള അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുണ്ട്. വീട് മോടി പിടിപ്പിക്കുക പോലെയുള്ള കാര്യങ്ങൾക്ക് യോഗമുള്ള സമയമാണ്. അതുപോലെ തന്നെ ദാമ്പത്യ സംബന്ധമായിരിക്കുന്ന സുഖം അനുഭവിക്കാൻ യോഗം ഉള്ള സമയമാണ്. മനസ്സിലാഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും. പുതിയ പ്രേമബന്ധങ്ങൾ ഉടലെടുക്കാൻ സാധ്യതയുണ്ട്. ഭാതാസ്ഥാനത്ത് ലഗ്നാധിപതി നിൽക്കുന്നത് നീചത്തിലായത് കാരണം കൊണ്ട് വീട് വിട്ട് അന്യദേശത്ത് പോയിട്ട് തൊഴിലെടുക്കാനൊക്കെ യോഗം ഉള്ള ഒരു സമയം കൂടിയാണ്. അതേപോലെ തന്നെ ലാഭസ്ഥാനത്ത് ഘടനകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്ന കാരണം പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള പ്രതിഫലം ചെയ്യുന്ന പ്രവൃത്തിയിൽ കിട്ടാതിരിക്കാനുള്ള സാധ്യത കൂടുതലാണെങ്കിലും നല്ല രീതിയിലുള്ള സംസാരം കൊണ്ട് മറ്റുള്ളവരെ ആകർഷിക്കാൻ സാധിക്കുകയും മറ്റുള്ളവരിൽ നിന്നും അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനും സാധിക്കും. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനത്തിൻ്റെ കാര്യത്തിൽ അനുകൂലമായിരിക്കുന്ന സമയമാണ്. നിപുണായോഗം ഉള്ളത് കാരണം കൊണ്ട് നന്നായിട്ട് സംസാരിക്കാനും സംസാരം കൊണ്ട് നേട്ടം ഉണ്ടാക്കാനും സാധിക്കും. ഇങ്ങനെയൊക്കെയാണെങ്കിലും 5-ാം ഭാവത്തിൽ രാഹു നിൽക്കുന്നത് കാരണം ഇടയ്ക്കിടയ്ക്ക് മാനസികമായിട്ടുള്ള ടെൻഷൻ വർദ്ധിക്കാനായിട്ട് സാധ്യതയുണ്ട്. കുടുംബസ്വത്ത് അനുഭവിക്കാനായിട്ട് യോഗമുണ്ട്. തറവാട് സ്വത്തൊക്കെ കൈവശം വരാനായിട്ട് യോഗമുള്ള സമയമാണ്. അതുപോലെ തന്നെ ഭാര്യ കുടുംബത്തിൽ നിന്നുള്ള അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുള്ള സമയമാണ്. അപ്പോൾ അതൊക്കെ കൊണ്ട് ഏറ്റവും നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളും നേട്ടങ്ങളും സന്തോഷമൊക്കെ അനുഭവിക്കാനായിട്ട് വിശാഖ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴികയിൽ സാധിക്കും. എന്നാൽ ആദ്യത്തെ 45 നാഴികയിൽ ജനിച്ചവരെ സംബന്ധിച്ച് കുറച്ച് തടസ്സങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ട്. അത് കാരണം കൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യണം. വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് കണ്ടകശനിയുടെ ഒരു ദോഷമുണ്ട്. അപ്പോൾ കണ്ടകശനി ദോഷത്തിനുള്ള പരിഹാരം വരുത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യാം. നിവർത്തി സ്ഥാനാധിപതി 4-ാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് വീട് മോടി പിടിപ്പിക്കാനായിട്ട് സാധിക്കും. മാനസികമായിട്ടുള്ള സന്തോഷം അനുഭവിക്കാനായിട്ട് സാധിക്കും. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് നല്ല തൊഴിൽ കിട്ടാനായിട്ട് യോഗമുണ്ട്. ചെയ്യുന്ന തൊഴിലിന് തക്കതായിരിക്കുന്ന വരുമാനം നേടാനും സാധിക്കും. അപ്പോൾ പൊതുവെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ തന്നെയാണ് കൂടുതലായിട്ടും വിശാഖ നക്ഷത്രക്കാർക്കുള്ളത്. എങ്കിലും കണ്ടകശനി ദോഷത്തിന് പരിഹാരം ചെയ്യുക. അതേപോലെ തന്നെ ആദ്യത്തെ 45 നാഴികയിൽ ജനിച്ച തുലാക്കൂറുകാർ അയ്യപ്പ ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യണം. ഭാഗ്യസൂക്താർച്ചന, നെയ്വിളക്ക്, സുദർശന പുഷ്പാഞ്ജലി മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ ഈ മാസത്തിൽ വലിയ തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.